റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പിലാക്കിയ AI ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതി നടന്നു എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ മന്ത്രി നിഷേധിച്ചു. 232 കോടി ചെലവഴിച്ച് 736 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സാധാരണ ക്യാമറകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൗകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യം 75 കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് 232 കോടിയിലേക്ക് ഉയർന്നത് എന്നതാണ് ആരോപണം. 75 കോടി രൂപയ്ക്ക് ആരംഭിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി 151 കോടി രൂപയ്ക്ക് കെൽട്രോണിന് കൊടുത്ത കരാറ് 232 ആയത് എങ്ങനെയായി? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം. ഇല്ല, ഞാൻ പുറത്തുവിടും. കെൽട്രോണിനെ മുൻനിർത്തിയായിരുന്നു അഴിമതി. ഉപകരാർ നേടിയ സ്വകാര്യ കമ്പനികൾക്ക് മുൻപരിചയമില്ലായിരുന്നു. റോഡ് സുരക്ഷ ചൂണ്ടിക്കാട്ടി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾക്ക് ഇത്തരം സംവിധാനമില്ലെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. വിശദീകരണം കെൽട്രോൺ നൽകുമെന്ന് മറുപടി. ഈ പദ്ധതിയെ സംബന്ധിച്ചതിന്റെ നിർവഹണം, നടത്തിപ്പ്, ഇതിൻ്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോണാണ്. അവർക്കതിനുള്ള അധികാരമുണ്ട്. അതൊരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ്. അവരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. SRITയുടേത് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനെന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി. 236 കോടിയായി ഉയർത്തിയിട്ടില്ല. 9.5 ലക്ഷം ആണ് ഒരു AI ക്യാമറയുടെ വില. ആകെ ടാക്സ് അടക്കം 235 കോടി രൂപ എന്ന് 2020 തന്നെ കരാർ ഒപ്പിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടി കരാറിൽ ഏർപ്പെടണം എന്നുള്ളത് ജിഒയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതനുസരിച്ച് അടുത്ത വർഷത്തേക്ക് കരാറിലേക്ക് ഏർപ്പെടുന്നത് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് നടത്താൻ മാത്രവും ഈ സംവിധാനങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാനുള്ള മെയിന്റനൻസിന് വേണ്ടി. പലപ്പോഴും നമ്മൾ നേരത്തെയും കെൽട്രോണിന്റെ സഹായത്തോടെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാവി പിന്നീട് എന്തായി നമ്മൾ കണ്ടതുമാണ്. അതേപോലെ ഒരു ഭാവിയെ അല്ല, അതും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളിപ്പോ നമ്മൾ പണ്ട് സ്ഥാപിച്ചിരിക്കുന്നതെല്ലാം 12 വർഷം കഴിഞ്ഞതാണ്. ഒരു സാങ്കേതിക വിദ്യയും 7-8 വർഷം കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോമ്പണൻസും ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ കാലാകാലങ്ങളിൽ ഇത് മാറ്റണമെന്ന് നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് അറിയിപ്പ് കൊടുക്കുമെങ്കിലും അതിന്റെ ഭരണാനുമതി ലഭിക്കുന്നതനുസരിച്ച് അവർക്ക് നൽകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതിന്റെ AMC കരാർ പോലും ലഭിക്കാറില്ല. അങ്ങനെ വരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നതല്ലാതെ AMC കരാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കെൽട്രോൺ എല്ലാ സ്ഥലത്തും അത് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്നുള്ള. ഇതിന് മെയിനായിട്ട് കാലതാമസം വന്നത് ഇത് MVDയുടെ അറിവിലേക്ക് നമ്മൾ കഴിഞ്ഞ ജൂലൈ തന്നെ ഇത് പദ്ധതി പൂർത്തീകരിച്ചതായി അറിയിക്കുകയും ഇതിന് ഗോ ലൈവ് തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഫൈനലി ഇതിന്റെ പേയ്മെന്റ് എല്ലാം പോകുന്നത് ഗവൺമെന്റ് ട്രഷറിയിലാണ്. അപ്പോൾ ഗവൺമെന്റിൽ നിന്നും ഇതിന്റെ ഒരു ക്ലിയർ കട്ട് ഗവൺമെന്റ് ഓർഡർ പേയ്മെന്റ് മെക്കാനിസത്തിന് വേണമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ MVD ഇതിന്റെ പേയ്മെന്റ് ടേംസിനെ പറ്റി അപ്രൂവൽ ചെയ്ത് ഒരു കോംപ്രഹെൻസീവ് GO ഇറക്കി തരണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ആദ്യത്തെ GOയിൽ ഇതിന്റെ പേയ്മെന്റ് ടേംസിനെയും ഇതിന്റെ എമൗണ്ടിനെ പറ്റിയുമുള്ള ഒരു കോംപ്രഹെൻസീവ് GOയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് ഗവൺമെന്റ് ഈ ഫയലുകളും ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് എല്ലാം ഒന്നുകൂടെ വിശകലനം ചെയ്യുകയും
പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തതാണ് ഇതിന്റെ മെയിൻ താമസം. ഇത് നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഒന്നുകൂടെ ഗവൺമെന്റിന് സമർപ്പിക്കുകയും MEDയും കെൽട്രോണും തമ്മിൽ ഗവൺമെന്റിനുള്ള പല ലെവൽസിലുള്ള ചർച്ചകൾ, ഫൈനാൻസ് ആകട്ടെ, ട്രാൻസ്പോർട്ട് ആകട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നുകൂടെ ഇത് നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇതിന് ക്യാബിനറ്റ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ താമസം. മറ്റൊരു ആരോപണമുള്ളത് SRIT എന്ന കമ്പനിക്ക് ട്രാഫിക് മാനേജ്മെന്റുമായിട്ട് വലിയ മുൻപരിചയമില്ല എന്നുള്ള ആരോപണം കൂടി മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും വസ്തുതയുള്ളതാണ്? അതായത് ഒരു കരാർ നൽകുമ്പോൾ ഒരു കമ്പനിക്ക് എല്ലാ സാങ്കേതിക മികവും വേണമെന്നില്ല. SRITയുടെ സാങ്കേതിക മികവെന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിനും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനുമാണ്. നമ്മൾ ഈ ക്യാമറ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ SRITയും ഈ ക്യാമറ സിസ്റ്റം വാങ്ങിച്ച് കെൽട്രോണിന് അസംബിൾ ചെയ്യാൻ നൽകുന്നത് വേറൊരു ടെക്നോളജി കമ്പനി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് SRITക്ക് ഇതിന് പ്രത്യേകം ഒരു കഴിവ് വേണമെന്നില്ല. പക്ഷെ അവരുടെ കഴിവെന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിങ്ങും ഇതേപോലെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനുമാണ്. അത് ഈ കൺട്രോൾ റൂം നടത്തിപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുകൊണ്ട് SRITക്ക് ഒട്ടും ഒരു മേഖലയിലും എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല കെൽട്രോണിന്റെ സപ്പോർട്ടോടുകൂടിയാണല്ലോ, കെൽട്രോണിന്റെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാനും നടത്തിപ്പിക്കാനും നമുക്ക് തടസ്സം കാണുന്നില്ല. കൊടുക്കുന്ന കമ്പനി കെൽട്രോണിന്റെ എന്തെങ്കിലും എംപാനൽ ലിസ്റ്റിൽ പെടുന്ന കമ്പനി ആയിരിക്കണമെന്നുണ്ടോ? അങ്ങനെ SRIT ഏതെങ്കിലും രീതിയിൽ എംപാനൽ നേരത്തെ കരാർ ഏർപ്പെട്ടിട്ടുണ്ടോ കെൽട്രോൺ? ഈ കരാറിന് നമ്മൾ ഈ ടെൻഡർ മുഖേനയാണ് നൽകിയത്. ഈ ടെൻഡർ 2020 പ്രസിദ്ധീകരിച്ചതിൽ ഓരോ കമ്പനിക്കും വേണ്ട ഈ പദ്ധതി പ്രവർത്തിക്കാൻ വേണ്ട ഓരോ കമ്പനികളുടെ എന്തൊക്കെയാണ് കേപ്പബിലിറ്റി, അവരുടെ പ്രൂഫ്, അവരുടെ സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ടെൻഡറിൽ. ആ ഈ ടെൻഡർ പ്രകാരം നമുക്ക് 4 കൊട്ടേഷൻസ് ലഭിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണം ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട് ബാക്കി 3 ടെൻഡേഴ്സ് ലഭിച്ചതും അത് ടെക്നിക്കലി ക്വാളിഫൈഡായി അംഗീകരിച്ചതിലും ലോവസ്റ്റ് ആണ് SRIT. അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു കമ്പനി 75 കോടി കോട്ട് ചെയ്തു എന്ന് പറയുന്നു. അതും ആ കമ്പനിയാണോ യോഗ്യതയില്ല എന്ന് പറഞ്ഞു മാറ്റിയത്? അല്ല, അങ്ങനെ ഒരു കമ്പനിയും കൂട്ടിയിട്ടില്ല. ഈ SRIT കൊടുത്ത ഉപകരാറുകൾ അത് പരിശോധിച്ചിരുന്നു. അത് എന്തൊക്കെ വിഭാഗത്തിലാണ് ഉപകരാറുകൾ കൊടുത്തത്? അല്ല, ഉപകരാറുകൾ ഒന്നാമത്തേത് ഒരു മെയിൻ കോൺട്രാക്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഉപകരാറുകൾ ഏതൊക്കെ കമ്പനിക്ക് കൊടുക്കുന്നുള്ളതെന്ന് കെൽട്രോണിന്റെ ഒരു ബാധ്യതയല്ല. എന്നിരുന്നാലും ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്യാമറ മോഡ്യൂൾസും അതിനനുബന്ധമായ സാങ്കേതിക വിദ്യയാണ്. അതിവർ കൊടുക്കുന്ന കമ്പനികൾ എന്നിറങ്ങിയാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇതിൽ ഉപകരാറ് ഇന്ന് പറഞ്ഞനുസരിച്ച് 2 കമ്പനികൾ ഉപകരാർ കൊടുത്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെട്ടത്. അതിൽ ഒരെണ്ണം പ്രസാഡിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് പറയുന്നത്. ഈ പ്രസാഡിയോ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കൺട്രോൾ റൂംസും അതിന്റെ സിവിൽ എഞ്ചിനീയേഴ്സും അതിന്റെ സർവറിന്റെ വേണ്ടിയുള്ള ഈ കൺട്രോൾ റൂം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളും സപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം SRITക്ക് തന്നെ ഇതിന്റെ നെറ്റ്വർക്കും കമ്മ്യൂണിക്കേഷനുള്ള സാങ്കേതിക മികവുണ്ട്, അവരത് ചെയ്തിട്ടുണ്ട്. രേഖകൾ പ്രകാരം ഏകദേശം 151 കോടി രൂപയ്ക്ക് സർവീസ് എഗ്രിമെന്റ് SRITയുമായിട്ട് 2020 മെയ് 28 ഒപ്പുവെച്ചതായി ആ കരാറിൽ 2022 ഡേറ്റും പറയുന്നുണ്ട്. അപ്പൊ ആ 151 കോടി ഈ പറഞ്ഞ 128 ടാക്സും ആണ് 151 കോടി. പിന്നെ പക്ഷെ 151 കോടിയാണ്. ഓക്കെ, ഈ ടെൻഡർ നടപടികളെല്ലാം കംപ്ലീറ്റ് സുതാര്യമാണ്. ഇതിന്റെ മൊത്തം രേഖകളും MVD ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മൊത്തം രേഖകളും ഗവൺമെന്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലും അവൈലബിൾ ആണ്. ഈ പണം തിരിച്ചടവ് അത് ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു തിരിച്ചു പോകുന്നത്? അതായത്
നിങ്ങളിലേക്ക് പണം വരുന്നത് ഈ പിഴ ഈടാക്കുന്നതിന് നേരിട്ടാണോ അതോ ഗഡുക്കൾ നിശ്ചയിച്ചിട്ടുണ്ടോ? എത്രയാണ് നിങ്ങൾ ഇത് പുതിയ ജിയോ ഓൾറെഡി ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ക്വാർട്ടറിലും ഈ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത പരിഗണിച്ചും, കാരണം ഇതിനകത്തെല്ലാം പെനാൽറ്റി ക്ലാസ് ഉണ്ട്, കുറെ ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ ഇത്ര ഫൈൻ, ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം വെച്ച് അഡീഷണൽ TC ചെയർമാനായി IT മിഷനിലെ ഒരു മെമ്പറും ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു വിദഗ്ധനും ചേർന്ന് കെൽട്രോൺ ബില്ല് സമർപ്പിക്കുമ്പോൾ, ഇതിന്റെ ഓരോ ക്വാർട്ടറിലും ഇത് ബില്ല് സമർപ്പിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഈ കമ്മിറ്റി മുഖേന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതാണ് എന്നുള്ളതാണ് പേയ്മെന്റ് ടേംസ്. ഇപ്പോഴും ഇതിന് മുൻപ് ഏകദേശം 2014 270 ക്യാമറയിലധികം സ്ഥാപിച്ചത്. ആ ക്യാമറകൾ ഇനി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതോ ഈ ക്യാമറകൾ വരുന്നതോടെ ആ ക്യാമറകളുടെ പ്രവർത്തനം നടത്തുകയാണ് പൂർണ്ണമായിട്ട്? അന്ന് ക്യാമറ സ്ഥാപിച്ചതെല്ലാം സ്പീഡ് എൻഫോഴ്സ്മെന്റ് സിസ്റ്റംസ് ആണ് മെയിനായിട്ട്. അതിൽ ഇന്ന് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ 69 ക്യാമറയും പോലീസിന്റെ 21 ക്യാമറയും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. അത് നടക്കുന്നുണ്ട്. അതിലെ ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ 69 ക്യാമറയുടെ ഇപ്പോഴുള്ള കൺട്രോൾ റൂം എന്ന് പറയുന്നത് എറണാകുളത്തും കോഴിക്കോടുമാണ്. നമ്മൾ അതിനിപ്പോൾ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമായി കൺവെർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഡേറ്റയും ഇനി തിരുവനന്തപുരത്തുള്ള സെൻട്രൽ കൺട്രോൾ റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു. സർവർ, പ്രത്യേകിച്ച് ഈ തുക, ഒരു വെഹിക്കിൾ ഡീറ്റെയിൽസ് തുടങ്ങിയവയെല്ലാം ഏത് സർവറിലേക്കാണ് പോകുന്നത്, അത് പലപ്പോഴും ഒരാളുടെ വ്യക്തി വിവരങ്ങളും എല്ലാം പോകുന്നതിന് തുല്യമാകില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സർവർ എവിടെയാണ്? കെൽട്രോണിന്റെ സ്വന്തം സർവറാണോ അതോ SRIT സർവറാണോ? ഇത് MVDയുടെ സർവറാണ്. MVDക്ക് വേണ്ടി കെൽട്രോൺ സ്ഥാപിച്ചിരിക്കുന്ന സെൻട്രൽ കൺട്രോൾ റൂമിലാണ് ഈ സർവർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ MVDയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് ഒരു ഡേറ്റയും നമുക്ക് എടുത്തുകൊണ്ട് വരും. കെൽട്രോണിന്റെ സ്റ്റാഫ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. MVDയുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സും അതിനകത്തുണ്ട്. അപ്പോൾ ഇതിന്റെ മൊത്തം ഡേറ്റ ശേഖരണം എന്ന് പറയുന്നത് ഈ സെൻട്രൽ കൺട്രോൾ റൂമിലുള്ള സർവറാണ്. അതിന്റെ നമ്മൾ ബാക്കപ്പ് എടുത്തു വെക്കും. മാത്രമല്ല ഇതിന്റെ എല്ലാം ഈ വയലേഷൻ വരുന്ന ഡീറ്റെയിൽസ് മാത്രമേ ഈ ഇതിനകത്ത് കാണത്തുള്ളൂ. കാരണം അല്ലാതെ ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽ ഇതിനകത്ത് കാണത്തില്ല. ഇപ്പോൾ സ്വാഭാവികമായി നിലവിൽ സ്പീഡ് വയലേഷൻ വേണമെങ്കിൽ നമുക്ക് 2 ക്യാമറകൾക്കിടയിലുള്ള ഒരു വാഹനം കടന്നു പോകുന്ന സമയം നോക്കിയിട്ട് അതനുസരിച്ച് സോഫ്റ്റ്വെയർ മാറ്റും 2ാം ഘട്ടത്തിൽ എന്ന് പറയുന്നു. ഒപ്പം നമ്മുടെ ഫാസ്ടാഗിൽ നിന്ന് പിഴ സ്വന്തം നിലയിൽ ഈടാക്കാവുന്ന രീതിയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മാറും എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആലോചനകളുണ്ടോ? ഇപ്പോൾ നമ്മൾ സ്പോട്ട് സ്പീഡാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്പോട്ട് സ്പീഡാണ് ഇപ്പോഴുള്ള വയലേഷൻ ഫൈൻ അടിക്കുന്നത്. ആവറേജ് സ്പീഡ് വേണമെങ്കിൽ പ്രാവർത്തികമാക്കാം. അത് ഇതുവരെ നമ്മൾ നടത്തിയിട്ടില്ല. അല്ല, അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇതൊരു അങ്ങനെ റിക്വയർമെന്റ് വന്നില്ല. ഇത് വേണമെങ്കിൽ ഇത് കാരണം വേഗത, കാരണം ഇന്നത്തെ സംവിധാനത്തിൽ എല്ലാത്തിനും ഇപ്പോൾ കൗണ്ടർ ആപ്പുണ്ട്. അതനുസരിച്ച് ക്യാമറ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം വേഗത കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ ആവറേജ് സ്പീഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആവറേജ് സ്പീഡ് സംവിധാനം വേണമെങ്കിൽ പ്രാവർത്തികമാക്കാം. അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതൊന്നും നടപ്പിലായില്ല. പിന്നെ ഫാസ്ടാഗിന്റെ സംവിധാനം കൊണ്ട് ഇത് ഫാസ്ടാഗിൽ നിന്നും ഈ പൈസ കുറയ്ക്കുമോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. അത് അങ്ങനെ ഒരു ആലോചനയും MVDയിൽ നിന്ന് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഈ 2020 കരാർ പ്രകാരം 726 ക്യാമറകൾ സ്ഥാപിച്ചാൽ മതി, അതോ നിങ്ങൾ കൊടുത്ത പ്രപ്പോസ് പ്രകാരമുള്ള ക്യാമറ സ്ഥാപിക്കണമെന്നാണ്? അങ്ങനെയല്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു റോഡ് സർവേ സ്റ്റഡി നടത്തിയിട്ട് കേരളത്തിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ക്യാമറകളെ സംബന്ധിച്ച് വലിയ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെൽട്രോണിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇടവേള. പ്രധാനമന്ത്രി വരുന്നു.
2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിൽ എത്തും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ്, യുവം 2023, വാട്ടർ മെട്രോ ഉദ്ഘാടനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. റോഡ് ഷോയുടെ ദൂരം കൂട്ടി. നാളെ വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെ നാവിക ആസ്ഥാനത്ത് പ്രധാനമന്ത്രി വിമാനമിറങ്ങും. 5:30 നാവിക ആസ്ഥാനത്ത് നിന്ന് യുവം 2023 പരിപാടി നടക്കുന്ന SH ഗ്രൗണ്ടിലേക്ക് റോഡ് ഷോ. BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 15,000-ഓളം പേർ റോഡ് ഷോയിൽ പങ്കാളികളാകും. വെണ്ടുരുത്തി പാലം മുതൽ തേവര SH കോളേജ് വരെ 1.8 കിലോമീറ്ററായി റോഡ് ഷോയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. 20,000 പേരെ പങ്കെടുപ്പിച്ചുള്ള യുവ 2023 വേദിയിലേക്ക് 6 മണിയോടെ പ്രധാനമന്ത്രി എത്തും. യുവാക്കളുമായി മോദി നേരിട്ട് സംവദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിഷ്പക്ഷരായ പുതിയ തലമുറയെ ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. 3/4 മണിക്കൂർ ഇവിടെ ചെലവിട്ട ശേഷം താജിലേക്ക് പ്രധാനമന്ത്രി മടങ്ങും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2060 പോലീസുകാരെ വിന്യസിച്ചു. ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മൊബൈൽ ഫോൺ മാത്രമാകും കൊണ്ടുപോകാൻ അനുമതി. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെ വിന്യാസത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാളെ കൊച്ചിയിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫും കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കാണ് മോദി തുടക്കം കുറിക്കുക. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് 8 ക്രൈസ്തവ സഭാ മത മേലധ്യക്ഷന്മാർക്ക് ക്ഷണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥിരീകരണം ഉടൻ വരും. വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് വിവാന്ത ഹോട്ടലും യുവം പരിപാടി നടക്കുന്ന തേവര SH കോളേജിലോ പ്രധാനമന്ത്രി ഇവരെ കാണുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി വധിക്കുമെന്ന് ഭീഷണി കത്തെഴുതിയ കേസിൽ എറണാകുളം കത്തർക്കടവ് സ്വദേശി സേവ്യർ അറസ്റ്റിൽ. ഇയാൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ NJ ജോണിയുടെ പേരിൽ കത്ത് എഴുതിയെന്ന് പോലീസ് അറിയിച്ചു. കയ്യേഷരം ശാസ്ത്രീയമായി പരിശോധിച്ചു. സേവ്യറാണ് കത്തിന് പിന്നിലെന്ന് ജോണി നേരത്തെ ആരോപിച്ചിരുന്നു. നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ അയാളുടെ കൈയക്ഷരവും എല്ലാം പരിശോധിച്ചു, സാമ്പിൾ പരിശോധിച്ചു. അയാളുടെ നേരത്തെ പഴയ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയ സമയത്ത് നമുക്ക് FSLന്റെ തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. 3 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. മാറ്റിയിട്ടുണ്ട്. അതായത് 10 മിനിറ്റ്